നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. സ്വന്തം ജീവിതത്തെക്കാൾ ഏറ്റവും കൂടുതലും സ്നേഹിക്കുന്നത് പ്രവാസികളെല്ലാം ഇപ്പോഴും സ്വന്തം വീട്ടുകാരെയും കുടുംബത്തെയും നാടിനെയൊക്കെ ആയിരിക്കും. സ്വന്തം കാര്യം പോലും എപ്പോഴും മറന്നിട്ട് ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് വീട്ടുകാർക്കും നാടിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സമയമില്ലാതെ അവർ പണിയെടുക്കും. കഴിഞ്ഞ ദിവസം 4 വർഷമായി പ്രവാസ ജീവിതം നയിച്ചു പോരുന്ന റഹീം എന്ന വ്യക്തി കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്ന് നിക്കാഹ് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ സൗദിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നീട് ജോലി സ്ഥലത്ത് നിന്നും തിരികെ വീട്ടിലേക്ക് പോകുന്ന, അതായത് സ്വന്തം ഈ പ്രവാസ ലോകത്തെ വീട്ടിലേക്ക് പോകുന്നയിടത്ത് മയങ്ങി പോവുകയായിരുന്നു. പിന്നീട് ഉറക്കം എഴുന്നേൽക്കാത്ത മയക്കമായിരുന്നു ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പ്രായം 24 മാത്രമാണ്. മരണമടയുമ്പോൾ മരണകാരണം ഹൃദയാഘാതമാണ്. ഇതൊരു റഹീമിന്റെ മാത്രം കഥയല്ല. കഴിഞ്ഞ ഒരാഴ്ച മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 4ഓളം മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രവാസി മലയാളികളുടെ മരണം, അതും ഹൃദയാഘാതം മൂലം. പ്രായപരിധി നോക്കുകയാണെങ്കിൽ 23നും 30നും ഇടയിൽ മാത്രം പ്രായമുള്ള വളരെ ചെറുപ്പക്കാരായ യുവാക്കളാണ്. ഏകദേശം ഒരു മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ അത് 23ഓളം വരും എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. എന്തുകൊണ്ട് പ്രവാസി മലയാളികളായിട്ടുള്ള ഈ ചുറുചുറുക്കമുള്ള ചെറുപ്പക്കാർ ഇത്രയും വേഗം നമ്മളെ എല്ലാവരും വിട്ടുപോകുന്നത് എന്ന ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പോലും ചിന്തിച്ചു പോവുകയാണ് അല്ലെ, പ്രവാസികളായിട്ടുള്ള ഈ യുവാക്കൾക്ക് എന്തു പറ്റിയെന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ഇതില് പല കാരണങ്ങളുണ്ട്. ഇവ പ്രധാനമായിട്ടും അവരുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒരു പ്രധാന പങ്ക് തന്നെയാണ് ഇതിൽ. ഒന്നാമത് ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ പലരും നിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ഭാരം ഏറ്റിട്ടുള്ള ജോലികൾ ചെയ്യുന്നവര്, വളരെയധികം ഹൈറ്റ് കയറി ജോലി ചെയ്യുന്നവര്, അങ്ങനെ പല ടൈപ്പ് ആൾക്കാര് വരാറുണ്ട്. ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ് പ്രധാനം പറയുന്നത്. പല ടൈപ്പ് ജോലികളിൽ ഏർപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ഒന്നാമത് ചൂട്, ഭയങ്കര ചൂടുള്ള സമയത്ത് ഇപ്പൊ AC റൂമിന്റെ ഉള്ളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് മലയാളികളിൽ നിന്ന് പോകുന്ന ഒരുപാട് നമുക്കറിയാവുന്ന ആൾക്കാര് കെട്ടിടം പണിയിലും അങ്ങനെയുള്ള മറ്റു പല ജോലികളിലും, വയറിങ്ങിലും അങ്ങനെയൊക്കെ ഏർപ്പെട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലപ്പോഴും വെയിലത്ത് നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നവരുണ്ട്, ഭാരമേൽക്കുന്ന രീതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഉയരങ്ങളിലേക്ക് കയറി അവിടെ നിന്ന് ജോലി ചെയ്യുന്ന, വയറിംഗ് ജോലികളൊക്കെ വെച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്, പ്ലംബിംഗ് ജോലിക്ക് പോകുന്നവർ, അങ്ങനെ സാധാരണക്കാരായിട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. അതുപോലെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, ഇവരെല്ലാവരും തന്നെ ഒരു എലൈറ്റ് ക്ലാസ് അല്ലെങ്കിൽ കുറച്ച് ഭേദപ്പെട്ടവർക്ക് AC റൂമുകളും സൗകര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ അതല്ലാത്തവരെല്ലാവരും തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഇതിന്റെ ഒപ്പം തന്നെ വീട്ടിൽ നിന്ന് വിട്ടുപോന്ന് നിൽക്കുന്നതിന്റെ മാനസിക പിരിമുറുക്കങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ 4ഉം 5ഉം വർഷങ്ങളായിട്ട് തിരിച്ചു വരാൻ കഴിയാത്ത ഗൾഫിൽ തന്നെ നിൽക്കുന്ന ആൾക്കാര് ധാരാളം ഉണ്ട്. ഈ പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ദിവസത്തെ ലീവിന് മാത്രം വന്ന്, അപ്പൊ വിവാഹത്തിന്റെ ദിവസം കഴിഞ്ഞ് അധികം ദിവസം നിൽക്കാനുണ്ടാവില്ല. കാരണം വിവാഹത്തിലുള്ള ഒരുക്കങ്ങള് മിക്കവാറും കുടുംബങ്ങളിൽ ഈ ഗൾഫിൽ നിന്നുള്ള മകൻ വന്നിട്ട് വേണ്ടി വരും ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് 1 മാസത്തെ ലീവിനായിരിക്കും അല്ലെങ്കിൽ 2 മാസത്തെ ലീവിന് വിവാഹത്തിന് വന്നെങ്കിൽ 1.5 മാസം ലീവ് എടുത്ത് വിവാഹത്തിന് എന്തായാലും 1.5 മാസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ പോകുന്നതിന് വളരെ കുറച്ച് മുമ്പ് മാത്രമാണ് വിവാഹം കഴിയുന്നത്. പിന്നീട് തിരിച്ചു വരുന്നത് വളരെ കഴിഞ്ഞായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളും ഇവർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതെല്ലാം തന്നെ ഒരു തരത്തിൽ. അതുപോലെ തന്നെ ഭക്ഷണം ഭയങ്കര കൊഴുപ്പ് നിറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന, അവിടെ അധികവും ആൾക്കാർ അൽഫാമും അതുപോലുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. കുബൂസ്, അൽഫാമാണ് അവിടുത്തെ ഏറ്റവും പ്രധാന ഭക്ഷണമായിട്ട് വരുന്നത്. പിന്നെ ഇവർ ഒറ്റയ്ക്ക് റൂമിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി അവർക്കില്ല. അപ്പൊ ഇതും ആവാറുണ്ട്. അതുപോലെ ഇവർക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് മൂത്രത്തിൽ കല്ല് പോലുള്ള അസുഖങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണാറുണ്ട്. ഇപ്പൊ അടുത്ത കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കുറച്ച് മുൻപത്തെ നോക്കിക്കഴിഞ്ഞാൽ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോള്, വൃക്കയില് കല്ല്, മൂത്രാശയ രോഗങ്ങൾ, ഇതെല്ലാമാണ് ഇവർക്ക് അധികം വന്നിരുന്നത്. അടുത്ത കാലത്തായിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ക്യാൻസറും അതുപോലെ ഹൃദ്രോഗവും ഇവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം ഇവരുടെ ജീവിതചര്യ തന്നെയാണ്. രാപ്പകൽ ഭേദമില്ലാത്തുള്ള ജോലി, ഭയങ്കരമായിട്ടുള്ള മാനസിക പിരിമുറുക്കം, അതൊക്കെ ഇതിന് ഭാഗമാണ്.
മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത്രയും അധികം ഈ മരണസംഖ്യ റിപ്പോർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. ഹൃദയാഘാതം മൂലം ഇത്രയും അധികം, അതും ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ 23, 22 എന്ന് പറയുന്ന ഒരു വലിയ പ്രായമായി കണക്കാക്കാൻ കഴിയുകയില്ലല്ലോ. സ്വന്തം വീടിന് വേണ്ടി അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ പ്രവാസ ലോകത്തേക്ക് എത്തിപ്പെടുകയും പക്ഷെ എന്നാൽ ഹൃദയാഘാതം അടക്കം ഉണ്ടാകുന്നത് ചെയ്യുന്നത് ഈ കോവിഡിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? കോവിഡിന് ശേഷം പൊതുവെ നമ്മൾ പറയുന്നുണ്ട് ഇത്തരം അസുഖങ്ങൾ കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അത് എത്രമാത്രം അത് ശരിയാണെന്ന് അറിയില്ല. പക്ഷെ ഒരു വിദഗ്ധ ഡോക്ടർമാരടക്കം പറയുന്നു. പക്ഷെ ഒരു കിംവദന്തിയാണോ യഥാർത്ഥമാണോ എന്നറിയില്ല. പ്രത്യേകിച്ച് ബൂസ്റ്റർ ഡോസ് എടുത്ത ആൾക്കാർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് എന്നൊരു പൊതുവെ പറയുന്നുണ്ട്. അത് അപ്പൊ നാട്ടിലാവുന്നതിനേക്കാൾ കൂടുതൽ പൊതുവെ ഇതിനോട് കുറച്ചൊരു പ്രോംപ്റ്റൈസലാണെങ്കിൽ ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങളെല്ലാം വരാൻ, കാരണം റേഡിയേഷൻ കൂടുതലായിട്ട് അടിക്കുന്ന ജോലികളാണ് ഗൾഫിലുള്ള ആൾക്കാർ, ഒരുപാട് പേര് അത് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉള്ളവരുണ്ട്. ഇതിനേക്കാളൊക്കെയും പുറമെ ഇവര് നാട്ടിലെ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും എല്ലാം ചികിത്സയ്ക്കും മറ്റും നിർലോഭം പണം അയച്ചു കൊടുക്കുന്നവരാണ്. വീട്ടിൽ ആർക്കെങ്കിലും, ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞാലും ഇവരുടെ അമ്മയും അച്ഛനും മകനെ വിളിച്ചാണ് പറയാ, എടാ നമ്മുടെ അമ്മായിയുടെ ഇന്നാൾക്ക് അസുഖമാണ്, നീ എന്തെങ്കിലും സഹായിക്കുക, അല്ലെങ്കിൽ അമ്മാവന്റെ വീട്ടിൽ എന്റെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സഹായിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറയും. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടി പണം കൊടുക്കാൻ ഇവരുടെ യഥാർത്ഥത്തിൽ ഇവരും രാപ്പകല് ബുദ്ധിമുട്ടി വളരെ എല്ല് നുറുങ്ങുന്ന പണിയെടുത്തിട്ടാണെന്നുള്ളത് ഓർക്കുന്നില്ല. അവര് നമ്മുടെ ഇവിടുത്തെ ജോലി അവസ്ഥ വെച്ചിട്ടാണ് ഗൾഫിലുള്ളവരെയും താരതമ്യം ചെയ്യുന്നത്. ഇപ്പൊ പലർക്കും ആ ജോലിക്ക് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരെ, ഇപ്പോ പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ കായിക അധ്വാനം ഗൾഫിലും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി വരും. കാരണം ഒന്നാമത് ഈ കാലാവസ്ഥയിൽ നിന്നിട്ട് പുറത്തു നിന്ന് ജോലി മണിക്കൂറുകൾക്ക് വ്യത്യാസം, AC റൂമിൽ നിന്നിട്ടല്ല അവരുടെ ജോലി ചെയ്യുന്നത്. അത്രയും കടുത്ത ചൂടാണ്. പിന്നെ അതുപോലെ തന്നെ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളാണ്. ജീവൻ പണയം വെച്ചിട്ടാണ് അവർ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഇവരാരും അവരുടെ സ്വന്തം ആരോഗ്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല. മാത്രമല്ല ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ചുമയോ ജലദോഷമോ ഒന്ന് ഓടിപ്പോയി നമുക്ക് സർക്കാർ ആശുപത്രിയിൽ കാണിക്കാം. അധികം പൈസ ചെലവൊന്നും ഇല്ലാതെ OP ടിക്കറ്റിന് 2 രൂപയോ 5 രൂപയോ കൊടുത്താൽ മതി. പക്ഷെ അവിടെ നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു ആക്സസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതും ഒരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഗൾഫ് വിട്ട് കഴിഞ്ഞ് കാനഡ, അമേരിക്ക ഒക്കെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മരിക്കാറാവുമ്പോഴാണ് ടിക്കറ്റ് കിട്ടുള്ളൂ, അവിടെ OP എടുത്ത് അകത്ത് കയറാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോ ഈ 1-2 മാസത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. അപ്പൊ 1-2 മാസത്തേക്ക് ലീവിനെത്തുന്ന പ്രവാസികള് ഗുരുതരമായിട്ടുള്ള അവർക്ക് രോഗങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവര് ഹെൽത്ത് ചെക്കപ്പിനൊന്നും മെനക്കെടുകയില്ല. ഇനി അഥവാ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കുറച്ചും കൂടി പ്രബുദ്ധരായിട്ടുള്ള വീട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ അവര് നിർബന്ധിച്ച് കൊണ്ടുപോവാണെങ്കിൽ പോവാം എന്നൊക്കെ പറയും. പോകുന്നതിന് ഒരാഴ്ച മുമ്പ് പോയിട്ടൊരു ചെക്കപ്പ് നടത്തും. അടുത്തുള്ള ആശുപത്രിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടൊരു ചെക്കപ്പ് നടത്തും. അതിലെന്തെങ്കിലും പാകപ്പഴ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തുടർ ചികിത്സയ്ക്ക് അവർക്ക് സമയമില്ല. അപ്പൊ അവര് പറയുന്നത് തന്നെ അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് നോക്കാം. പക്ഷെ അപ്പോഴേക്കും 2-3 വർഷം അങ്ങ് കടന്നു പോകും. അതുവരെയുള്ള സമയം ഇവർക്ക് പ്രധാനമായിട്ടും ഗൾഫുകാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട് പണി, മക്കളുടെ വിവാഹം, ഇതിന്റെ ഒപ്പം തന്നെ ബന്ധു വീടുകൾ, സഹോദരികളുടെ, ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ മിഠായിയെങ്കിലും കൊണ്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പരാതി. അപ്പോൾ അവരുടെ കാര്യം അങ്ങ് ത്യജിക്കും. ഒരു ഹോസ്പിറ്റലിൽ പോകണം, ഈ വക കാര്യങ്ങളൊക്കെ. പിന്നെ ഇവര് വന്നു കഴിഞ്ഞാൽ വേണം വിനോദയാത്രയ്ക്ക് പോകാൻ ഭാര്യയും മക്കളും എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് ഇവര് കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് ഇവർക്ക് നടക്കുന്നില്ല. ഒരു വ്യക്തിപരമായ 1-2 അനുഭവങ്ങളുണ്ട്. കാരണം എന്റെ കുടുംബത്തിലും ഏറ്റവും കൂടുതലും പ്രവാസികളാണ്. എന്റെ പിതാവ് അടക്കമുള്ളവർ പ്രവാസിയായിരുന്നു വളരെ അധികം വർഷം. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പല്ലുകൾ ഓരോന്നായി ദ്രവിച്ചു തുടങ്ങിയിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഉപയോഗിച്ച വെള്ളമായിരിക്കണം. കാരണം ഒരു 8 വർഷം മുൻപേ ഉള്ള കാര്യമാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വെള്ളം കൊണ്ടാണോ അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആണോ ഭക്ഷണത്തിന്റെ ആണോ എന്താണെന്നറിയില്ല, പല്ലുകൾ ഓരോന്നായി ദ്രവിച്ചു തുടങ്ങിയിരുന്നു. മാത്രമല്ല സാധാരണ തന്നെ ഈ പല്ലുകൾ പുറത്തേക്ക് വന്നിരുന്നു, അത് ഇളകി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുഴുവൻ പല്ലും പൂർണ്ണമായും ഇളക്കി മാറ്റിയിട്ട് വെപ്പുപല്ല്, സെറ്റ് പല്ലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അത് ഈ പ്രവാസ ലോകത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ വെള്ളം കുടിച്ചതിന്റെ എന്നാണ് ഡോക്ടർമാർ അന്ന് പറഞ്ഞത്. കാരണം ഒരു ഉപ്പുവെള്ളത്തിന്റെ ഒരു ഇതാവാനാണ് സാധ്യത. മറ്റൊന്ന്, എന്റെ ഏറ്റവും അടുത്തുള്ള മറ്റൊരു ബന്ധുവിന്റെ ത്വക്കിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വെള്ളപ്പാട് പോലെ വരുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. അതും അവിടെയുള്ള എന്തോ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. മറ്റൊരാളെന്ന് പറയുന്നത്
മുടി കൊഴിച്ചൽ, അപാരമായ മുടി കൊഴിച്ചൽ. അത് ഇവിടുന്ന് പോകുമ്പോൾ നല്ല മുടിയൊക്കെ ആയിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ മൊട്ടയായിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള പല ചൂട് കാരണം അങ്ങനെ നിരവധി അനവധി. ഇപ്പോൾ ഹൃദ്രോഗത്തിലോട്ടൊന്നും തന്നെ പോയില്ലെങ്കിൽ പോലും ഇത്തരം ചെറിയ നമ്മൾ വലിയ കാര്യമായി കാണാതെ എന്നാൽ നമ്മുടെ ജീവിതത്തെ വലിയതായി ബാധിക്കുന്ന ഇത്തരം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നുണ്ടെന്നത് വലിയ രീതിയിൽ നമ്മൾ. പിന്നെ മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മയുണ്ടാകും, പണ്ടൊക്കെ വായിച്ചുള്ള ചിക്കൻ ബോക്സ് നിരവധി ആളുകൾക്ക് കൂടുകയും പിന്നെ അവിടുന്ന് ചികിത്സ കിട്ടാൻ തിരികെ നാട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ മരണം സംഭവിച്ചില്ല എങ്കിൽ പോലും അത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ എന്നിരുന്നാൽ പോലും ആർക്കും ഈ രോഗമില്ലാത്ത ഒരാൾ ഇല്ലാത്ത പോലെയാണ് നമുക്ക് പല റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകും. അതും സാധാരണ ജോലിക്ക് പോകുന്നവരിലാണെങ്കിൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിനെല്ലാം തന്നെ പ്രധാന കാരണം ഇതേ ഉള്ളൂ. ഇവര് നാട്ടിൽ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ പല്ലിന് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതിനിടയ്ക്ക് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ടായിരിക്കാം. അവിടെ പോയി പ്രവാസ ജീവിതത്തിന്റെ ഇടയ്ക്ക് തീർച്ചയായും നാട്ടിൽ വന്ന് തിരിച്ചു പോയിട്ടുണ്ടാകാം. ഈ നാട്ടിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പല്ല് നോക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുടി കൊഴിഞ്ഞതിന് അതിനൊരു യഥാർത്ഥ ഡോക്ടറെ കാണാനോ നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാനോ ഒന്നും തന്നെ ഇവര് മെനക്കെടാറില്ല. അതൊന്നും സാരമില്ല, അതൊക്കെ അങ്ങ് പൊക്കോളും. കാരണം അപ്പൊ അവര് ഇവിടെ ഈ പ്രവാസിയായ ആള് വീട്ടിലെത്തുമ്പോൾ കാണുന്ന കുടുംബങ്ങളുടെ സന്തോഷത്തിനാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഏറ്റവും നഷ്ടപ്പെട്ടത് അതാണ്. കാരണം ഇവര് നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ കണ്ട് സംസാരിക്കാനൊക്കെ ഉള്ള ഇപ്പോൾ വീഡിയോ കോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിനൊന്നും കിട്ടുന്ന ടൈം പോലും ഇവർക്ക് കുറവായിരിക്കും. കാരണം ടൈമിൽ വരുന്ന വ്യത്യാസം അമേരിക്ക, കാനഡ ഒക്കെ ആണെങ്കിൽ, ഗൾഫിലാണെങ്കിൽ എന്തായാലും കുറച്ച് ടൈം വ്യത്യാസമുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് അവര് ഈ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനൊന്നുമുള്ള സമയം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടിൽ കൂടെ നടന്നു പോകുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങള്. അപ്പൊ ഈ നമ്മള് വിഷയത്തിലേക്ക് തന്നെ വന്നാൽ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ ആണ് ഏറ്റവും വലിയ വില്ലനായിട്ട് മാറുന്നത്. ഇപ്പോൾ ഈ സാധാരണക്കാരിൽ നിന്ന് വിട്ടുകഴിഞ്ഞ് കുറച്ചുകൂടി മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ അതിലും മേലെയുള്ള ജോലിയിൽ ഇരിക്കുന്നവര്, നമ്മൾ മലയാളികൾ കൂടുതലും അത്തരം ജോലി ചെയ്യുന്നവരാണ്. അത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മിഡിൽ ക്ലാസ് അങ്ങനത്തെ ജോലി, ഒരു ഓഫീസർ ജോലിയൊക്കെ കിട്ടിപ്പോയിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ പോയി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, കുറച്ച് അത്യാവശ്യം സൗകര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇവര് പേടിക്കേണ്ടത് കൊളസ്ട്രോളിനെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ദേഹം അധികം അനങ്ങുന്നില്ല. പ്ലസ് ഇവർക്ക് കിട്ടുന്ന ഭക്ഷണം അത് നമ്മുടെ നാട്ടിലെ പോലെയല്ല, കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണമാണ് ഇവർക്ക് കഴിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ കാലാവസ്ഥയിൽ ജനിച്ച ഒരാൾക്ക് അതുമായിട്ട് ഇത് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ചോദിക്കാം, പിന്നെ അറബികൾ കഴിക്കുന്നത് ഈ ഭക്ഷണമല്ലേ എന്ന് ചോദിക്കാം. പക്ഷെ നമ്മുടെ ഇതിൽ നിന്ന് അക്കസ്റ്റംഡ് ആയിട്ടുള്ള ആ ജീനിൽ നിന്ന് പോയ ഒരാൾക്ക് അതിനോട് അത്ര പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അവർ രോഗലക്ഷണങ്ങൾ കണ്ടാലും അതൊക്കെ അവഗണിക്കാൻ ചെയ്യാറില്ല. യഥാസമയത്ത് അവർ ചികിത്സ നേടാറില്ല. അവരുടെ മുന്നിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, കഴിയുന്നത്ര കഷ്ടപ്പെട്ട് തങ്ങളുടെ കുടുംബത്തെ സന്തോഷിപ്പിച്ച ഒരു വീടെന്ന സ്വപ്നം, അല്ലെങ്കിൽ വിവാഹം എന്ന സ്വപ്നം, സഹോദരികളുടെ വിവാഹം എന്ന സ്വപ്നം. പക്ഷെ ഇതേ ആളുകൾ തന്നെയാണ് വീട്ടിലെ ഒരാൾക്ക് വയ്യെങ്കിലോ, ഉമ്മയ്ക്ക് വയ്യെങ്കിലോ, ഉപ്പയ്ക്ക് വയ്യെങ്കിലോ, അച്ഛന് വയ്യെങ്കിലോ, അമ്മയ്ക്ക് വയ്യെങ്കിലോ, ഒരു രൂപ പോലും മുടക്കാൻ ഒരു മടിയും ഇല്ലാതെ തീർച്ചയായും ആശുപത്രിയിൽ പോകണം, കൊണ്ട് കാണിക്കണം, വെച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ പറയുന്ന പ്രവാസികളാണ്. നിങ്ങളിത് പറയുന്നതും, നിങ്ങൾ പ്രവാസികളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്, നിങ്ങളുടെ ഓരോ മരണവും ഞങ്ങളെ ഒക്കെ തന്നെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യം അവിടെ നിന്നാണ് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. സ്വന്തം ആരോഗ്യത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷെ അവരൊരിക്കലും ഇപ്പൊ ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതുള്ളൂ എന്ന് പറയുന്നത് ഗൾഫുകാരുടെ അടുത്താണ് എല്ലാവരും പറയേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഇപ്പം എന്റെ വീട്ടിൽ അങ്ങനെ അടുത്ത എനിക്ക് ഗൾഫ് ആരും ഇല്ല. പക്ഷെ എങ്കിൽ പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ബന്ധുക്കളില്ലെങ്കിലും നമുക്കറിയാമല്ലോ. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ അവര് ജോലിക്ക് പോകുമ്പോൾ ഒരു വെറും വാക്ക് പോലെ അല്ലെങ്കിൽ ഒരു ചടങ്ങ് പോലെ പറയും, എടാ ശരീരമൊക്കെ നന്നായി നോക്കിക്കോണം, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ചികിത്സിക്കണം, നിങ്ങൾ പോയിട്ട് തിരിച്ചു പോന്നോ, ഇനി പിന്നെ അങ്ങോട്ട് പോണ്ട. ഇതെല്ലാം പറയുന്നവര് തന്നെ ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ ചോദിക്കാൻ തുടങ്ങും എന്നാ തിരിച്ചു പോകുന്നതെന്ന്. ഗൾഫുകാർക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യമാണ്. അവരത് അടുത്ത ആഴ്ച പോകുമെന്ന് പറഞ്ഞാൽ അയ്യോ നീ ഇത്ര നേരത്തെ പോവോ എന്ന് ചോദിക്കുമെന്നല്ലാതെ എനിക്ക് തോന്നുന്നു ഇവരുടെ പണത്തിനെ സ്നേഹിക്കുന്ന അത്ര നമ്മൾ ഗൾഫുകാരെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഗൾഫിലായിരിക്കുന്ന സമയത്തും ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാലും പിന്നീട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വരെ സങ്കടം അപ്പോഴാണ് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഇനി നിങ്ങൾ പോകുന്നില്ല, അങ്ങേരുടെ ജോലി പോയി എന്നുള്ള, നാട്ടിൽ ഇനി എന്ത് ചെയ്യും, ഇനി ഇവര് നാട്ടിൽ വന്നിട്ട് എന്താ ചെയ്യുക, ഇങ്ങനെയും കൂടി ഇനി ഞങ്ങൾ പോറ്റണമല്ലോ, ഇത്രയും കാലം ഇവര് നമ്മളെ നോക്കിയിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാറില്ല. ഇതിനെല്ലാം വിപരീതമായിട്ടുള്ള ആൾക്കാരുണ്ടാകും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ പൊതുവെ കേൾക്കുന്ന ഒരു സംസാരമാണ്. അതുകൊണ്ട് തന്നെയാണ്
ഇവര് നിത്യരോഗികളായി മാറുമ്പോൾ പോലും അവർ അവരുടെ കാര്യം മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടര് പ്രവാസികൾ മാത്രമേ ഉള്ളൂ. സത്യം. അതിൽ ഏറ്റവും കൂടുതൽ ഗൾഫിലുള്ള പ്രവാസികൾ. കാരണം ഗൾഫിലുള്ള പ്രവാസികളാണ് ഇപ്പൊ ഇവിടുത്തെ 10ാം ക്ലാസ് കഴിഞ്ഞാലും PG കഴിഞ്ഞാലും ആകെ പെട്ടെന്ന് പിന്നെ പോകുന്നത്. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുൻപ് കുറച്ചു കാലം മുൻപേ വരെ എല്ലാവരും ആദ്യം പോകുന്നത് ഗൾഫിലേക്കാണ്. ഗൾഫുകാരനാണെന്ന് ലേബൽ ഗൾഫുകാരൻ. അപ്പൊ PG കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിലും ചെയ്യുന്നത് അവിടെ എന്ത് ജോലിയാന്ന് ചോദിക്കാറില്ല. ഇപ്പൊ കല്യാണാലോചന വന്നു കഴിഞ്ഞാലും ഗൾഫിലാണ്. അപ്പൊ നമ്മള് വേറെ ആരോട്ട് ചോദിക്കാം, പെൺകുട്ടിയുടെ മകളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു, എന്താ ജോലി? ഗൾഫിലാണ്. ഗൾഫിൽ എന്താണ് ജോലി എന്ന് ആരും ചോദിക്കാറില്ല. അത് വളരെ അപൂർവമായിട്ടാണ് ഗൾഫിൽ എന്താ ജോലി ചോദിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ ആൾക്കാർ അതൊരു കൺസൾട്ടിങ് കമ്പനിയിലാണ് എന്നൊക്കെ പറയും. എന്താണെന്ന് അപ്പോഴും ചോദിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനൊരു വിശ്വാസ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പോയിട്ടുണ്ടോ അവന് നല്ലൊരു ജോലി ഉണ്ടായിരിക്കും. നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ വരുമാനം ഉണ്ടായിരിക്കും, ഈ പെൺകുട്ടിയെ നോക്കിക്കോളും. നല്ലൊരു ജോലി എന്നുള്ളതിനേക്കാൾ ഇവരവിടെ ഈ പറഞ്ഞ പ്ലംബിംഗ് ജോലിക്കും വയറിംഗ് ജോലിക്കും ഇലക്ട്രീഷ്യനായിട്ടും എല്ലാം പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇലക്ട്രീഷ്യൻ പഠിച്ചു പോയ ആൾക്കാർ പക്ഷെ പൊതുവെ ആ കുട്ടി ചിലപ്പോൾ അവിടെ പോയി ചെയ്യുന്ന ഇലക്ട്രിക്കൽ വർക്ക് ആയിരിക്കില്ല. അതിലും താഴെയുള്ള കട്ട ചുമക്കുന്ന പോലുള്ള ജോലി വരെ ആ കുട്ടി ചെയ്യേണ്ടി വരും. ഇവരുടെ പ്രത്യേക അവസ്ഥ കാരണം ഇവർക്കത് തുറന്നു പറയാൻ പോലും പറ്റുന്നില്ല. അതുപോലെ ഭക്ഷണം പറ്റാതെ ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ താമസം, ഒരുപാട് പേര് ടെന്റിൽ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തോർത്തു മാറി ഉപയോഗിച്ചാൽ പോലും പ്രശ്നം വെക്കുന്ന മകനായിരിക്കാം ചിലപ്പോ അവിടെ പോയിട്ട് 10ഉം 20ഉം ആൾക്കാരുടെ കൂടെ പോയി കിടന്ന് ഉറങ്ങുന്നതും ഒക്കെ. അപ്പൊ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, ഇത്രയധികം വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാര് ചെയ്യേണ്ടത്, ഇവരങ്ങനെ ജോലി ചെയ്യുന്നു, ഓക്കെ, അത് നല്ല തന്നെയാണ്, ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരുപാട് ഗൾഫുകാരുടെ പണം തന്നെയാണ് കേരളത്തിന് ഒരു കാലത്തെ ഏറ്റവും വലിയ വരുമാനമായിട്ട്. ഇപ്പോഴും ഏറ്റവും വലിയ വരുമാനം പ്രവാസികൾ അയക്കുന്ന പണം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പണം അത് തന്നെയാണ്. പക്ഷെ നമ്മൾ വീട്ടുകാരൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവര് തിരിച്ചു വരുമ്പോ ഭാര്യയായാലും മക്കളായാലും അമ്മയായാലും എല്ലാവരും ചെയ്യേണ്ടത് ഇവരുടെ ആരോഗ്യത്തിന്, വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഊട്ടിക്ക് പോണോ കൊടൈക്കനാലിലേക്ക് പോണോ എന്നല്ലാതെ ഇവരെ കൊണ്ട് ആദ്യം ഇവർക്ക് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു തറോ മെഡിക്കൽ ചെക്കപ്പ് നടത്തുക. എല്ലാ തരത്തിലുള്ള ചെക്കപ്പ് നടത്തി ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കൊളസ്ട്രോള് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം വ്യക്തമായി ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിക്കാത്തതിന് അപ്പുറത്തേക്കുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ ഒരു വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് വർഷങ്ങളോളം പ്രവാസ ജീവിതം നയിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി വരാനിരിക്കുന്ന ഘട്ടത്തിലുള്ള മരണം. അത് വലിയ സങ്കടമാണ്. ഒരുപാട് പേർക്ക് അങ്ങനെ ചില സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ട് നമ്മുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. പക്ഷെ വീടുകളിൽ അങ്ങനെ ഒരു കണ്ണ് നനയിൽ ഇല്ലാത്തത് കൂടി ഈ പെട്ടെന്നുള്ള ആൾക്കാരുടെ മരണത്തിന് ഒരു കാരണം കൂടി ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിനൊപ്പം തന്നെ യുവാക്കളായിട്ടുള്ള ആൾക്കാരുടെയും മരണം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും തമ്മിൽ പേടിപ്പിക്കുന്നത് അതാണ്. ഇതിന് ഉള്ളത് നാട്ടിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ അതിനൊരു പ്രധാന കാരണം ഇതാണ്. നാട്ടില് ഉള്ള സാഹചര്യത്തിൽ നിന്ന് മാറി ഗൾഫിലേക്ക് വീട്ടുകാരിൽ നിന്നെല്ലാം വിട്ടുവരുമ്പോൾ അവിടെ കിട്ടുന്ന ഭക്ഷണത്തിലെ വ്യത്യാസം, ആരും നിയന്ത്രിക്കാനില്ലായ്മ, ഇതെല്ലാം വരുമ്പോൾ കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത കൂടും. വ്യായാമം ഇല്ലാത്ത ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അപ്പുറമായിട്ട് ഒരു മിഡിൽ ക്ലാസ്സിൽ മേലെ ജോലി കിട്ടുന്ന, വിദ്യാഭ്യാസം പഠിച്ച് അതിന് ടെക്നിക്കൽ എല്ലാം പഠിച്ചു പോകുന്ന ആൾക്കാര്, ഇവർക്കൊക്കെ മിക്കവാറും ദേഹം അനങ്ങുന്നത്, ഒരു വ്യായാമം വളരെ കുറവാകുന്നു. അതുകൊണ്ട് തന്നെ BP കൂടുന്നതിനും പൊണ്ണത്തടി ഉണ്ടാകുന്നതിനും കാരണമാകും. ഇത് കൊളസ്ട്രോളിന് കാരണമാകും. ഇത് ഹാർട്ട് അറ്റാക്കിന് കാരണമാകും. തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടോക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാവുന്നതാണെന്നാണ്. ഒരുപക്ഷെ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ എല്ലാ വിശേഷങ്ങളും പറയുന്നതിന്റെ കൂടെ അവർക്ക് സുഖമാണോ എന്ന് തിരക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ ആരോഗ്യപരമായി മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വേണം നമ്മൾ ആദ്യം ചോദിക്കാൻ എന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം അത്തരത്തിൽ പേടിപ്പെടുത്തുന്ന വാർത്തകളാണ്. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വാർത്തയും ആയിരിക്കാം. പക്ഷെ നമ്മൾ ഈ വാർത്താലോകത്ത് നിൽക്കുന്നത് കൊണ്ടും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ടും ആയിരിക്കണം ദിനംപ്രതി ഒരു 4 വാർത്തയെങ്കിലും ഇത്തരത്തിൽ ചെറുപ്പക്കാരായ മലയാളികളുടെ, പ്രവാസികളുടെ മരണ വാർത്ത നമ്മൾ കണ്ടുകൊണ്ടു പോകുന്നത്. ശരിക്കും ആ ഒരു പേടി കൊണ്ടും ആ ഒരു ചോദ്യം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംസാരം ടോക്ക് തന്നെ നടത്താമെന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളിടത്താണ്. സത്യത്തിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി നിങ്ങൾക്ക് പ്രവാസികൾക്ക് അറിയണമെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു ഡോക്ടറിനെ, അല്ലെ, നമുക്ക് തന്നെ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി നമുക്ക്
തന്നെ നിങ്ങളുടെ സംശയങ്ങൾ സാധൂകരിക്കാവുന്നതാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ അതിന് ആൻസർ പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഡോക്ടറോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഡോക്ടറെ നേരിട്ട് കണ്ട് നമുക്ക് ഇവിടെ സംസാരിക്കാം, അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിച്ച് ആ മറുപടി ഞങ്ങള് വായിച്ച് നിങ്ങളുടെ പേര് വെളിപ്പെടുത്താതെ തന്നെ ആ പേര് ഞങ്ങള് മറുപടി വായിച്ചു തരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെ തന്നെ ആയാലും ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾ തീർച്ചയായിട്ടും പ്രവാസികൾ ഞങ്ങളുടെ കൂടി കേരളത്തിന്റെ നട്ടെല്ലാണ്, ഞങ്ങളുടെ അല്ല കേരളത്തിന്റെ നട്ടെല്ലാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആരോഗ്യത്തിനെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലൊരു രീതിയിൽ തന്നെ അവർക്ക് ഇനിയും കേരളത്തിന് അഭിമാനിക്കാനുള്ളവർ തന്നെയാണ് നമ്മുടെ പ്രവാസികള്. നിങ്ങളെ എന്ന് ശ്രദ്ധിക്കോ അന്ന് തീരും ഈ ഒരു വിഷമവും ദുഃഖവും ഒക്കെ തന്നെ. ഏതായാലും ഇനിയും മറ്റു വാർത്തകളുമായി നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും നമസ്കാരം.